കോമഡി മൂവീസ് കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കോമഡി മൂവീസ് തരുന്ന റിഫ്രഷിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ ചിലപ്പം മാറ്റിക്കളയും. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു മൂഡിലിരുന്ന് ആ ഒരു കോമഡി നമുക്ക് വർക്കൗട്ട് ആയാൽ നമുക്ക് ആ ഒരു ചിരി വരുന്ന നമ്മളുടെ മുഖത്ത് വരുന്ന ആ ഒരു ചിരി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലാഫ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ആ ഒരു കോമഡിയെക്കുറിച്ച് നല്ല കോമഡി ആണെങ്കിൽ. സോ അങ്ങനെ അക്ഷയ് കുമാർ, അജയ് ദേവ്ഗൺ, സൽമാൻ ഖാൻ അങ്ങനെ ഒത്തിരി കോമഡി ടൈമിങ്സ് ഉള്ള ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട് ബോളിവുഡിൽ. സോ അങ്ങനെയുള്ളൊരു ബോളിവുഡ് മൂവിയാണ് ദേ ദേ പ്യാർ ദേ 2. ഭയങ്കരമായി ചിരിക്കാനുള്ള സംഭവങ്ങളില്ലെങ്കിൽ പോലും ഫസ്റ്റ് പാർട്ടിൻ്റെ വില കളയാത്ത ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു മൂവി. ഒരു എബവ് ആവറേജ് എക്സ്പീരിയൻസ് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ദേ ദേ പ്യാർ ദേ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 50 ഇയേഴ്സ് ആയിട്ടുള്ള ഒരാളോട് തോന്നുന്ന ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു സംഭവങ്ങൾ ഒക്കെ ആയിരുന്നു പറഞ്ഞത്. അതും 25 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഐഷ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് 50 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള അജയ് ദേവ്ഗണിൻ്റെ ക്യാരക്ടറായിട്ടുള്ള ആശിഷിനോട് തോന്നുന്ന ആ ഒരു ഇഷ്ടം. പിന്നെ അങ്ങോട്ട് അവരെ ആ ഒരു വീട്ടിൽ പോയി അജയ് ദേവ്ഗണിൻ്റെ വീട്ടിൽ പോയി അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോമഡീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കുറച്ച് കാര്യമുള്ള സംഭവങ്ങളുമാണ്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിലാണെങ്കിൽ പോലും രഘുൽപ്രീത് സിംഗിൻ്റെ ആ ഒരു വീട്ടിൽ പോയി കാര്യങ്ങൾ പറയുന്നത്, അതിലുണ്ടാകുന്ന കോമഡിയും കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയും പറയുന്നത്. അജയ് ദേവ്ഗൺ മാധവൻ കോംബോ രണ്ടാമതാണ് ഷെയ്ത്താന് ശേഷം വരുന്നത്. സോ ഒരു മാധവൻ ഷോ സ്റ്റീലറാണ് എന്ന് തെളിയിക്കുന്ന ഒരു മൂവി തന്നെയാണ് ഇതും. കാരണം ഈ ഒരു മൂവിയിൽ ബാക്കി ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും മാധവൻ്റെ ക്യാരക്ടറും മാധവൻ്റെ പെർഫോമൻസും ആണ് ഈ ഒരു സിനിമയുടെ മേജർ ഹൈലൈറ്റ്. പിന്നെ അങ്ങോട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ രഘുൽപ്രീത് സിംഗിൻ്റെയാണ്. സോ ഇവിടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിരിക്കുന്നത്. അതിനോട് തന്നെ മാധവൻ്റെ പെർഫോമൻസ് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അജയ് ദേവ്ഗണിനെ സംബന്ധിച്ച് കാര്യമായിട്ട് ചെയ്യാനുള്ള ഒരു റോളല്ല ആശിഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. സോ ഒരു സബ്റ്റലായിട്ടുള്ള സംഭവങ്ങളും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ ചെയ്യാനായിട്ട്. ഒന്നും കാര്യമായിട്ട് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറല്ല. സോ അങ്ങനെ പോകുന്നൊരു മൂവിയാണ്. ചെയ്ത എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു സിനിമയുടെ ഫൈനൽ ആക്റ്റാണ് സിനിമയുടെ സേവിങ് ഗ്രേസ്. കാരണം ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ സിനിമ നല്ല രീതിയിൽ ഡ്രാമാറ്റിക് ആയി മാറുന്നുണ്ട്. കാരണം ഫസ്റ്റ് പാർട്ടൊക്കെ കൂടുതലും ഡ്രാമാറ്റിക് ആവാതെ പോയതായിരുന്നു ആ ഒരു സിനിമയുടെ വിജയം. പക്ഷെ എന്നാലും ഫൈനൽ ആക്റ്റുള്ള സംഭവം സിനിമയെ രക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കൂടെ തന്നെ ജാവദ് ജഫ്രി, അജയ് ദേവ്ഗൺ കോമഡീസ്, മാധവൻ അജയ് ദേവ്ഗൺ കോംബോ വരുന്ന കോമഡീസ്, അങ്ങനെയുള്ള പല ഹ്യൂമറും വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ വിജയമാണ്.